Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ബെനിഫിറ്റ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കംപ്ലീറ്റ് ആയിരുന്നു അത്? ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആയോ? ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞോ മിസ്? ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സിന് 2 പോയിന്റ്സ് പറഞ്ഞോളൂ. പേഷ്യന്റ് ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആയി അല്ലെ? പേഷ്യന്റ് ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആയി. ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ് 2 പോയിന്റ് പറഞ്ഞോളൂ എന്നല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ അതുവഴി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, എന്തൊക്കെ അതുവഴി അവർക്ക് പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്, അതാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് വൺ, accreditation to a healthcare organization invigorates continuous improvement. അപ്പൊ നമുക്കറിയാം ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അത് അതിനെ എന്തിനെ ഉദ്ദേശിപ്പിക്കുന്നു? ഒരു പൂർണ്ണമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം എന്താ, ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവർക്ക് ആ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തണം അല്ലെ? ഏത് സമയത്തും അത് അവർ നിലനിർത്തണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അംഗീകാരം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു ക്വാളിറ്റി അവർ എപ്പോഴും കീപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. അതിലൂടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലും നമുക്ക് സാധ്യമാക്കാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. Second one ആണ്, it lets the organization demonstrate commitment to quality healthcare and patient safety, thereby guarantees best clinical outcome. എന്താണ് രണ്ടാമത്തേൽ പറയുന്നത്? It lets the organization demonstrate commitment. അതായത് ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ അതിലൂടെ നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രതിബദ്ധതയെ ഇവിടെ സൂചിപ്പിക്കുന്നു. And thereby guarantees the best clinical outcome. എന്താ ഉദ്ദേശിക്കുന്നത്? അവർ എന്തിനു പ്രതിബദ്ധരാണ്? നല്ല ക്വാളിറ്റിയുള്ള പരിചരണം കൊടുക്കുക, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ പ്രതിബദ്ധരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ നല്ല മികച്ച ഒരു ഫലം അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ഇതിലൂടെ ഉറപ്പു നൽകാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു നല്ല ഹോസ്പിറ്റൽ, അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും കിട്ടുക. നല്ല ക്വാളിറ്റിയുള്ള കെയറും നല്ല പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്നൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഉറപ്പ് നമുക്ക് അതിലൂടെ നൽകുന്നുണ്ട്. ക്ലിയർ ആണോ 2 പോയിന്റ്? ആ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? Okay. Then third one ആണ്, it raises the community confidence and in the services given by the healthcare organization are services provided by credentialed medical staff. അതുപോലെ തന്നെ വളരെ യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് നമുക്ക് ആവശ്യമായ സർവീസുകൾ അല്ലെങ്കിൽ കെയറുകൾ നൽകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ നല്ല ക്രെഡൻഷ്യൽ, നല്ല യോഗ്യതയുള്ള സ്റ്റാഫുകൾ നമുക്ക് തരും, മെഡിക്കൽ സ്റ്റാഫുകൾ തരുന്നത് കൊണ്ട് തന്നെ ഇത്തരം സർവീസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നില്ലേ? ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാവുമ്പോ പുറമെ നമുക്ക് എന്താ തോന്നുന്നത്? നല്ല ക്വാളിറ്റി ഉള്ള കെയർ ആയിരിക്കും അവർ തരാം അല്ലെ? പേഷ്യൻസിന്റെ സുരക്ഷയൊക്കെ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ? അതുപോലെ നല്ല യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് നമുക്ക് പരിചരണം തരുന്നത്. അപ്പൊ അതിലൂടെ നമുക്കൊരു കോൺഫിഡൻസ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ സ്ഥാപനത്തെ പറ്റി അല്ലെങ്കിൽ ഇവര് നൽകുന്ന സർവീസുകളെ പറ്റി ഉണ്ടോ?
ഒരു കോൺഫിഡൻസ് ഇല്ലേ നമുക്ക് ആ ഒരു സ്ഥാപനത്തിലേക്ക് പോവാൻ? ഉണ്ടോ? ഇല്ലേ? ഒരു ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ടാവും അല്ലേ? കാരണം നമുക്കറിയാം ഒരു അക്രഡിറ്റഡ് ആണെങ്കിൽ അവരവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അല്ലെ? അവിടെ നല്ല യോഗ്യതയുള്ള ജീവനക്കാരാണ് നമ്മൾ പരിചരണം തരുന്നത്. അപ്പൊ അത് ആ ഒരു കോൺഫിഡൻസ് കമ്മ്യൂണിറ്റിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായകമാണ്. And it also provide an opportunity to the healthcare unit to benchmark with the best. അതുപോലെ തന്നെ ഏറ്റവും മികച്ചത് എന്ന രീതിയിലേക്ക് ആ ഒരു അളവുകോൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് ഒരു ഹെൽത്ത് കെയർ യൂണിറ്റിന് ഇതൊരു അവസരമായിട്ട് അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു അളവുകോലായിട്ട് അവർക്ക് അത് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ്. ആ ഒരു ആരോഗ്യ പരിചരണ യൂണിറ്റിനെ ഒരു നല്ലൊരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കൊടുക്കുകയാണ്. ടു ബെഞ്ച്മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. മികച്ചതായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ മികച്ച മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ നിൽക്കാനായിട്ടുള്ള ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമായിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഓൾസോ പ്രൊവൈഡ് എ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ഇൻ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ. ഇതാണ് ഒരുപാട് ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാലോ കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണ് അല്ലേ? കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണോ? ഹോസ്പിറ്റലുകള് ഇപ്പൊ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അത്തരം ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡില് ഒരു 5 സ്ഥാപനങ്ങളുണ്ട് നമുക്കൊരു ഏരിയയിൽ, ഒരു 5 ഹോസ്പിറ്റലുകളുണ്ട്. അതിലൊരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുക എന്ന് പറയുമ്പോ അത് അവർക്ക് ആ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ആണോ? ആ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡില് ആ ഒരു സ്ഥാപനത്തിന് മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അങ്ങനെയും അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. അപ്പൊ അത് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് ചെയ്യാം. ഞങ്ങളുടെ ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ നിങ്ങൾ പരസ്യം ചെയ്യുന്നത്? അക്രഡിറ്റഡ് ആണ്, ഇന്ന സ്ഥാപനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസും കാര്യങ്ങളുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ വെച്ച് അവർ അഡ്വർടൈസ്മെന്റുകൾ ഈ മാർക്കറ്റിംഗ് മേഖലയിലും അത് അവർക്ക് പ്രയോജനകരമായിട്ടുണ്ട്. അതുപോലെ ദ ഹെൽത്ത് കെയർ HCO എന്ന് പറഞ്ഞ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് having been certified by ISQA provides an international recognition which will also help to encourage medical tourism. അതുപോലെ തന്നെ ഇപ്പൊ ISQA അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ അപ്പൊ തന്നെ എഴുതി വെച്ചോട്ടോ. ISQAയുടെ എക്സ്പാൻഡ് ഫോം ജസ്റ്റ് എഴുതി വെച്ചോണ്ടേ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ Quality in Healthcare. International Society for Quality in Healthcare. International Society for Quality in Healthcare. International Society for Quality in Healthcare. ഓക്കെ. അപ്പൊ ഈ ഒരു ISQAയുടെ ഒക്കെയാണ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നതെങ്കിൽ പ്രൊവൈഡ്സ് ആൻ ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര അംഗീകാരം അവർക്ക് കിട്ടാം. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബോഡി കൂടിയാണ് കേട്ടോ. അത്തരത്തിലൊരു അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുന്നത് വിൽ ഓൾസോ ഹെൽപ് ടു എൻകറേജ് മെഡിക്കൽ ടൂറിസം. മെഡിക്കൽ പരമായിട്ടുള്ള ടൂറിസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വിദേശികളൊക്കെ നമ്മുടെ നാടുകളിലേക്ക് ട്രീറ്റ്മെന്റിന് വരാറില്ലേ? ഇന്റർനാഷണലി ഉള്ള ആളുകളൊക്കെ നമ്മുടെ വിദേശികളൊക്കെ നമ്മുടെ അതാണ് മെഡിക്കൽ ടൂറിസം എന്നതുകൊണ്ട് അവര് എൻജോയ്മെന്റിന് വരുന്നതല്ല, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിദേശികളെ വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? പല ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്രഡിറ്റഡ് സ്ഥാപനങ്ങളെയാണ് അവർ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗപ്രദമാണ്. അതുപോലെ ഇൻ ദ എൻഡ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്. അതുപോലെ തന്നെ ഇപ്പൊ ചില ഇൻഷുറൻസ് കമ്പനികള് നല്ല നല്ല സ്കീമുകളുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്യാറില്ലേ? മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസ്, അതായത് CGHS, ECHS എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അതുപോലെ തന്നെ EGS എന്ന് പറഞ്ഞാല് എംപ്ലോയ്മെന്റ് റിട്ടയർമെന്റ്, നമ്മുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ അവർക്കൊക്കെ ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അവർക്കുള്ള അവിടുത്തെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിലവിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അവരുടെ ഡിപെൻഡൻസ് ആയിരിക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് സ്കീമുകൾ ചില സ്ഥാപനങ്ങൾ വഴി അവർ കൊടുക്കാറുണ്ട്.
സെൻട്രൽ ഗവൺമെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക സ്ഥാപനങ്ങൾ, ഇതുപോലെ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവരുടെ ഡിപ്പെൻഡൻസിനും അവർക്കും ഒക്കെ പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ വേണ്ടി ചില സ്ഥാപനങ്ങളെ അവർ സെലക്ട് ചെയ്യും. കേട്ടിട്ടില്ലേ അത്? അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഹെൽത്ത് സ്കീമുകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അതാണ് എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ചില ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു മാനദണ്ഡം അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം അവർ മാനിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് കുറച്ചും കൂടി അവിടെ മുൻഗണന ലഭിക്കുക. അത്തരം സ്ഥാപനങ്ങളാണെങ്കിൽ അവരെ പെട്ടെന്ന് ആ ഒരു ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാനും അത്തരം സ്കീമുകൾ ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിക്കാറുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ അത്? അപ്പൊ നോക്കി, ബെനിഫിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലിനെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കണം അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളത് അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്. അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ അവർ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ അവരുടെ പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അവിടുന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടുന്ന് കിട്ടുന്നത് എന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റുകയും ചെയ്യും. മൂന്നാമത്തത് പറഞ്ഞത് ഇത്തരത്തില് നല്ല യോഗ്യതയുള്ള സ്റ്റാഫുകളാണ് നമുക്ക് പരിചരണം തരുന്നത്. നല്ല ക്വാളിറ്റി ഓഫ് കെയർ ആണ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർ തരുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിന്റെ ഒരു അളവുകോൽ, അതായത് മികച്ചത് എന്നൊരു ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അളവുകോളായിട്ട് അവർക്ക് ഈ ഒരു അക്രഡിറ്റേഷനെ ഉപയോഗിക്കാനായിട്ട് ഒരു അവസരം കൂടി കിട്ടുകയാണ്. അതുപോലെ തന്നെ ഒരു ആരോഗ്യ പരിശീലന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മത്സര മേഖലയിൽ അവർക്കൊരു മോർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ അക്രഡിറ്റേഷൻ പദവിയിലൂടെ ലഭ്യമാകുന്നത്. അതുപോലെ ബയോസ്കിയുയെ പോലെയുള്ള ഇന്റർനാഷണൽ ബോർഡാണ് അവർക്ക് സർട്ടിഫിക്കേഷൻസ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കൊടുക്കുന്നത് എങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ അംഗീകാരം അവർക്ക് ലഭിക്കുകയും അതിലൂടെ മെഡിക്കൽ ടൂറിസത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ പറഞ്ഞത് ഇത്തരത്തില് ഒരു ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ്, അതായത് എംപാനൽമെന്റ്, അതായത് ഇൻഷുറൻസ് ആവാം, മറ്റു തേർഡ് പാർട്ടീസ്, ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആവാം, മറ്റും എംപ്ലോയീസിന്റെ ആർമി ഓഫീസേഴ്സിന്റെ ആവാം, മറ്റ് എന്താണ് സർവീസിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഹെൽത്ത് സ്കീമുകളുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഈ ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അക്രഡിറ്റേഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ അവരെ സെലക്ട് ചെയ്യുന്നത് വ്യക്തികളുടെ ഒരു പ്രധാന മാനദണ്ഡം ഈ അക്രഡിറ്റേഷൻ വഹിക്കുന്നുണ്ട്. അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണന ലഭിക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓർഗനൈസേഷൻ, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. HSO എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടാ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മള് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് കേട്ടോ. ISQA ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് കേട്ടോ. സ്റ്റാഫുകൾക്കുള്ള പ്രയോജനങ്ങളാണ്. ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, the staff in an accredited hospital is content a lot since it provides for continuous learning, good working environment and leadership. അപ്പൊ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ കാരണം അവർക്ക് എന്താ, ഒരുപാട് അവർ സംതൃപ്തരായിരിക്കും. എന്താണ്, ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് എ ലോട്ട്. ഒരുപാട് അവർ എന്തായിരിക്കും, വളരെയധികം സംതൃപ്തരായിരിക്കും. അവിടെ ഒരു അക്രഡിറ്റഡ് സ്ഥാപനമാണ് നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ്സ് നടത്തുന്നതാണ് അല്ലെ. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു പഠനത്തിന് അവർ വിധേയമാകുന്നുണ്ട്. അതുപോലെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ, നല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരാണ്, സ്റ്റാഫ് ആണെങ്കിൽ അവർ വളരെയധികം സംതൃപ്തരായിരിക്കും. കാരണം അവർക്ക് തുടർച്ചയായിട്ടുള്ള ഒരു പഠനത്തിനുള്ള അവസരം കിട്ടുന്നുണ്ട്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം കിട്ടുന്നുണ്ട്, നല്ലൊരു നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പും അവർക്ക് ലഭ്യമാകുന്നുണ്ട്. രണ്ടാമത്തത്, capabilities and skills of staff also get enhanced in an accredited hospital. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ കഴിവുകളും അതുപോലെ സ്കില്ലുകളും മുതലായവയെല്ലാം get enhanced in an accredited hospital. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ കഴിവുകളും അവരുടെ സ്കിൽ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളിലുള്ള പ്രാവീണ്യം അല്ലെങ്കിൽ വൈദ്യുതി ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. Third point ആണ്, it enhances comprehensive professional development, knowledge and skilling, systematic base with defined ownership and accountability of all the staff that include medical and paramedical staff. It enhances ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള വികസനം, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവർക്ക് ഇതിലൂടെ വളരെ സമഗ്രമായിട്ടുള്ള തൊഴിൽപരമായ ഒരു വികസനം, അവരുടെ അറിവ്, അവരുടെ സ്കില്ല് മുതലായ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയായ ഒരു രീതിയിൽ അവർക്ക് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡിഫൈൻഡ് ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഓൾ ദ സ്റ്റാഫ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യേണ്ട അവരുടെ ഓണർഷിപ്പ്, അതായത് ഓരോ കാര്യങ്ങളുടെയും ഉടമസ്ഥാവകാശം അവർക്ക് കൊടുക്കാണ്. അവരാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, മികച്ചതായിട്ട് അവിടെ ചെയ്യേണ്ടത്. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഓണർഷിപ്പും ഒക്കെ വ്യക്തമായിട്ട് നിർണയിച്ച് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു. മെഡിക്കൽ പരമായിട്ടുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, എല്ലാവർക്കും, കാരണം എല്ലാ മേഖലയിലും ആ ക്വാളിറ്റി വേണം അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് ഓരോരോ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൃത്യമായ അതിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഒരു വികസനം അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നല്ല അറിവുകൾ അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കഴിവുകൾ അതിലൂടെ ചിട്ടയായ ആ ഒരു വഴികളിലൂടെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്.
ക്ലിയർ ആയോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ആ ഒരു ബെനിഫിറ്റ്സ് പേഷ്യൻസിന്റെ പറഞ്ഞു, ഓർഗനൈസേഷന് പറഞ്ഞു, സ്റ്റാഫുകളുടെ പറഞ്ഞു. അടുത്തത് നമ്മൾ അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ബോഡീസ്, അക്രഡിറ്റേഷൻ നൽകുന്ന ബോഡീസിനെ കുറിച്ചാണ് താഴെ പറയുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, നാബിന്റെ മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ആണ് നാബ്. നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ നാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ഓർത്ത് വെക്കുക. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതാണ് കേട്ടോ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം. അടുത്തതാണ് NABL. NABL എന്ന് പറഞ്ഞാൽ നാഷണൽ, അതൊന്ന് എഴുതി വെച്ചോട്ടോ നിങ്ങള്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, ഇത് വെക്കുന്നുണ്ടല്ലോ അല്ലെ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറീസ്. ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ലബോറട്ടറികളിലെ, ലാബുകളിലെ അതിനുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെയും നിർണയങ്ങളും നടത്തിയിട്ട് അവർക്ക് ഇത് അംഗീകാരം കൊടുക്കുന്ന ബോർഡാണ് NABL കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എഴുതിയോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അടുത്തത് ACHSI എന്നുവെച്ചാൽ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. നെക്സ്റ്റ് വൺ ആണ് JCI. JCAയുടെയും സാധാരണ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുള്ളത് JCAയുടെയും നാബിന്റെയും രണ്ടും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. JCAയുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇത് നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരും, അവിടെയും നിങ്ങൾ ഇത് പഠിക്കും കേട്ടോ. JCAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. സോ ഈ നാലെണ്ണത്തിന്റെയും പേരുകളും അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് ഇത് വെക്കണേ. നാലെണ്ണത്തിന്റെയും പേരുകളും അതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇനി ജോയിന്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ പറയുന്നത് JCA works to enhance patient safety and quality of health care in the international community by promising education, publications, advisory services, international accreditation and certification. അപ്പൊ ഇവിടെ ഒരു JCAയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എൻഹാൻസ് പേഷ്യൻസിന്റെ സുരക്ഷ, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ മേഖലയിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ലെവലിൽ. ഇത് JCA എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അംഗീകാരവും സർട്ടിഫിക്കേഷനുമാണ് JCA നൽകുന്നത്. ആ JCA വഴി നമുക്ക് അങ്ങനെയുള്ള ഇന്റർനാഷണൽ ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനും എന്താണ് അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ലഭിക്കുന്നുണ്ട്. അതിലൂടെ പേഷ്യൻസിന്റെ സുരക്ഷയും ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയില് നല്ല ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറും ഒക്കെ നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായ എഡ്യൂക്കേഷൻസ് പേഷ്യൻസിന് കൊടുക്കുക, കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പബ്ലിക്കേഷൻസ്, അഡ്വൈസറി സർവീസുകൾ മുതലായവയും JCAയിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Since 1994, each hospital that has tried JCA's gold seal of approval has done so as part of a constant performance improvement journey. 1994 മുതൽ JCAയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ ആ ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ JCA കൊടുക്കുന്ന ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ആണ്. ആ ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ കുറെ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 1994 ഇതിന്റെ ആ ഒരു ആരംഭം എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റന്റ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ജേർണി. അവർക്ക് വെറുതെ അക്രഡിറ്റേഷൻ കിട്ടുമോ? ഇല്ല അല്ലെ? അവര് നിരന്തരമായിട്ട് ആ ഒരു പെർഫോമൻസുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തൽ നടത്തുന്ന ആ ഒരു യാത്രയുടെ റിസൾട്ട് ആയിട്ടാണ് അവർക്ക് കിട്ടുന്നത്. ശരിയല്ലേ?
നല്ലൊരു ഇംപ്രൂവ്മെന്റ് നടത്തുന്ന ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന, നല്ല ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ആ ഒരു ഇംപ്രൂവ്മെന്റ് കീപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടല്ലേ ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത്? ആണോ? അല്ലാതെ ഒരു സ്ഥാപനത്തിന് കൊടുക്കില്ലല്ലോ. അപ്പൊ അത്രയും ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ്, പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് നടത്തുന്ന ആ ഒരു യാത്രയുടെ ഫലമായിട്ടാണ് അവർക്ക് ആ ഒരു JCA ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ നൽകുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ അത് ട്രൈ ചെയ്യാറുണ്ട്. അതിൽ കുറെ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് JCA അപ്രൂവൽ നൽകാറുണ്ട്. ക്ലിയർ ആണോ? അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നാബിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. 4 ഷോർട്ട് ഫോമും എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേത് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഇത് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നാബിന്റെ എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗം. The NAB standards are modernized every 4 years, and now the hospital puts into effect 5th edition standard, that is April 2020. അപ്പൊ നാബുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഓരോ 4 വർഷം കൂടുമ്പോഴും അത് പുതുക്കും, അല്ലെങ്കിൽ അത് മോഡേണൈസ് ചെയ്യും. അതില് ഇവിടെ 4 വർഷം എന്ന് പറഞ്ഞാൽ പോലും എല്ലാ സ്ഥാപനത്തിലും 4 വർഷം അല്ലാന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് PG-യിലേക്ക്, അതായത് PG-യിൽ കയറാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ 4 വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷം 2 വർഷം ഒക്കെ വരാറുണ്ട് കേട്ടോ. അത് ഓരോ സ്ഥാപനങ്ങൾക്കനുസരിച്ചാണ്. അവര് നൽകുമ്പോൾ വലിയൊരു സ്ഥാപനമാണ്, ഒരു ഹോസ്പിറ്റലാണ്, അവിടെ എല്ലാ തരം ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്, എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ നമ്മൾ 4 വർഷത്തെ അംഗീകാരമാണ് കൊടുക്കുക. അതേസമയം ചെറിയ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റി മാത്രം കൊടുക്കുന്ന 1 2 മാത്രം സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ അവർക്ക് 2 വർഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷമോ ഒക്കെയാണ് നാബിന്റെ അംഗീകാരം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ട് എത്ര വർഷം നമുക്ക് കറക്റ്റ് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ബേസ് ചെയ്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിൽ നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് മോഡേണൈസ് ചെയ്യുന്നത് എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 4 വർഷം തന്നെ ആൻസർ ചെയ്യും കേട്ടാ. എന്ന് കരുതി അത് 4 വർഷം മാത്രമാണ് എല്ലാ സ്ഥാപനങ്ങളിലും എന്നൊരു ധാരണ വെക്കരുത് കേട്ടോ. അത് അന്നേരം വരും, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും, അയ്യോ മിസ് ഞങ്ങൾ അവിടെ ഡിപ്ലോമയിൽ പഠിച്ചത് 4 വർഷമാണല്ലോ. കുട്ടികൾ ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത്. PG ചേർന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് മിസ് ഇപ്പോഴേ പറയുന്നത്. അപ്പൊ ആ 4 വർഷം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി, അവിടുത്തെ ഫെസിലിറ്റീസിനെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ 4 വർഷമാണോ 3 വർഷമാണോ 2 വർഷമാണോ കൊടുക്കുക. അപ്പൊ വലിയ സ്ഥാപനമാണെങ്കിൽ 4 വർഷമാണ് അതിന്റെ ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ അക്രഡിറ്റേഷന്റെ കാലാവധി. അപ്പൊ 4 വർഷം, ഓരോ 4 വർഷം കൂടുമ്പോഴും ഇവരുടെ ആ ഒരു എഡീഷൻ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ്സിൽ എന്ത് ചെയ്യും, ആ ഒരു അംഗീകാരം കൊടുക്കുന്നതിന്റെ കാര്യമാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഇവിടെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്, മാനദണ്ഡങ്ങൾ, അവരോരോ മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് അവർ പുതുക്കുക. സ്റ്റാൻഡേർഡ് 4 വർഷം കൂടുമ്പോഴാണ് അവർ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ അംഗീകാര സർട്ടിഫിക്കറ്റ് ഇല്ലേ, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നമുക്ക് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലേ,
ഇല്ലേ? ഇപ്പൊ നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഒരു ലൈസൻസ് കിട്ടില്ലേ നമുക്ക്? ആ ലൈസൻസിന്റെ മാക്സിമം കാലാവധി 1 വർഷമായിരിക്കും അല്ലേ? അടുത്ത വർഷം നമ്മളത് പുതുക്കണ്ടേ? അതുപോലെ നാബിന്റെ ആണെങ്കിലും അങ്ങനെ ഒരു വാലിഡിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് ചിലപ്പോ 2 വർഷമാവാം, 3 വർഷമാവാം, 4 വർഷമാവാം കേട്ടോ. അതില് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതിന് അതായത് നിങ്ങൾ അത് സ്റ്റാൻഡേർഡ് വെച്ച് കണക്കാക്കണ്ടേ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് നാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. ആ സ്റ്റാൻഡേർഡുകൾ ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് അവർ എന്ത് ചെയ്യുന്നത്? മോഡേണൈസ് ചെയ്യുന്നത്, പുതുക്കുന്നത്. അത്രയും മനസ്സിലായോ? നിലവില് അതായത് ഏപ്രിൽ 2020 5th എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അടുത്തത് ഏത്? ഇപ്പൊ 5th എഡിഷൻ ആണോ? അപ്പോ എന്നാലോചിച്ച് നോക്കിയേ, ഇപ്പൊ 5th എഡിഷൻ ആണോ? മാത്സ് അറിയാവുന്ന ആരും ഇല്ലേ ഇതില്? ഇപ്പൊ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? അപ്പോ 5th എഡിഷൻ ആണോ? ഓരോ എഡീഷനും ഓരോ സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ ഓരോ എഡീഷൻ കഴിഞ്ഞ് എത്ര വർഷം കൂടുമ്പോഴാണ് അത് മോഡേണൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞേ? എത്ര വർഷം കൂടുമ്പോഴാന്ന് പറഞ്ഞേ? ഇപ്പൊ 6th എഡീഷൻ ആണ് കേട്ടോ. ജനുവരി 1 മുതൽ 6th എഡീഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ 5th എഡീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ 6th എഡീഷൻ ആണ് കേട്ടോ. അതൊന്ന് മനസ്സിലായി ചെയ്യണം കേട്ടോ. 4 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മള് വരുമല്ലോ. അപ്പൊ അങ്ങനെ 2020 വന്നതാണ്. അത് 2024 ആയപ്പോ പുതിയത് നമ്മൾ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് പ്രാബല്യത്തിൽ വന്നത് 25 ആയപ്പോഴാണ്. ജനുവരി 1 അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അതിപ്പോ നിലവില് 6th എഡീഷൻ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ഇനി അത് 4 വർഷം കഴിയുമ്പോൾ പിന്നെയും പുതുക്കും. അടുത്ത 7th എഡീഷൻ വരും. അത്രയും ക്ലിയർ ആയോ? ഓരോ ഭാഗങ്ങളും ഒന്ന് വ്യക്തമാക്കി പോവാട്ടോ. അത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നാബ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി. അപ്പൊ നാബിന്റെ മാനദണ്ഡങ്ങളില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷ, അതുപോലെ തന്നെ സർവീസുകളുടെ വിതരണം, നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ വിതരണം ചെയ്യുക. അത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് that focuses on patient safety and quality of delivery of services by the hospital in a changing healthcare environment. അപ്പൊ നമ്മുടെ ഒരു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് അല്ലെ? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും സുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ അവർക്ക് നൽകുന്ന സർവീസുകളുടെ ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതിലാണ് നാബിന്റെ മാനദണ്ഡങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കി എടുത്താൽ ബാക്കി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് NAB is given by an autonomous body established by Government of India known as QCA, Quality Council of India, which is the standard making body in India. നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCI, ക്വാളിറ്റി കൗൺസിൽ, അത് നെയിം എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. QCI ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. ഇവരാണ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുത്തുന്ന ഒരു ബോർഡാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ബോർഡാണ് QCA എന്ന് പറയുന്നത്. ഈ QCAയുടെ കീഴില് ഒരു ഓട്ടോണോമസ് ബോഡി അല്ലെങ്കിൽ ഒരു സ്വയംഭരണ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ടാണ് നാബ് പ്രവർത്തിക്കുന്നത്. QCAയുടെ കീഴിലാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. QC എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ QCAയുടെ കീഴില് ഒരു ഓട്ടോണോമസ് ബോഡി ആയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഇത്രയും വരെയും ക്ലിയർ അല്ലേ? Okay. ഇനി നാബ് mainly divides hospital into 2 main divisions. നാബ് ഹോസ്പിറ്റൽസിനെ 2 ഡിവിഷൻസ് ആയിട്ട്, 2 പ്രധാനപ്പെട്ട ഡിവിഷൻ ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് SHCM, അതായത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. 50 ബെഡിൽ താഴെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 50 ബെഡിൽ താഴെയുള്ള സ്ഥാപനങ്ങളെ എന്തായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നാബ് എന്ന് പറഞ്ഞേ? SHCO അല്ലെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് HCO, അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ
with more than 50 beds. 50 ബെഡിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അതിനെ HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും 50 ബെഡിൽ കുറവാണ് ബെഡുകൾ ഉള്ളതെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SHCO എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ SHCO ആണെങ്കിൽ 50 ബെഡിൽ കുറവുള്ള സ്ഥാപനങ്ങളാണ്, HCO ആണെങ്കിൽ 50 ബെഡിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളാണ് ഉൾപ്പെടുക. അത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Then next, NAB standards for hospitals is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration area. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, നാബ് സ്റ്റാൻഡേർഡ് രൂപീകരിക്കുന്നു, നാബ് തരുന്ന മാനദണ്ഡങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അല്ലെ. അപ്പൊ ഈ നാബിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നാബ് തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ആരാണ് ഉണ്ടാക്കുന്നത്? ഹോസ്പിറ്റലുകാരാണ്. ആണ്. നാബ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, ഗവൺമെന്റ് QCയുടെ കീഴിൽ വരുന്ന ഒരു ബോഡിയാണ്. അപ്പൊ അവിടെ ഹോസ്പിറ്റലുകാരല്ലല്ലോ അല്ലെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക? അല്ല, ഈ നാബ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഈ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം നിങ്ങള്. അപ്പൊ ഇവരെ റിലീസ് ചെയ്യും. ഈ എഡിഷൻസ് നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എഡിഷൻ, ഇപ്പൊ നിലവിൽ 6th എഡിഷനാണ്. അപ്പൊ ആ എഡിഷൻസ് ഇത് റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്തത് പ്രാബല്യത്തിൽ വന്നാൽ നാബിന്റെ കീഴില് അംഗീകാരം കിട്ടാൻ പോകുന്ന വേണമെന്നുള്ളവരും ഓൾറെഡി കിട്ടിയിട്ടുള്ളവരും ആ സ്റ്റാൻഡേർഡ് പിന്നെ തുടങ്ങി പാലിക്കണം. മനസ്സിലായോ? ആ തരുന്ന സ്റ്റാൻഡേർഡ് ഇവര് പാലിച്ചിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ, രൂപപ്പെടുത്തണ്ടേ അല്ലെ? അതിനു വേണ്ടിയിട്ട് നാബ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ രൂപീകരിക്കും. ആ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഒരുപാട് പേരുണ്ടാവും. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഇച്ചിരി അറിയാവുന്ന ആളുകളായിരിക്കണമല്ലോ അല്ലെ. അപ്പൊ അതിന് ചികിത്സാപരം, ഇപ്പൊ ഡോക്ടേഴ്സ് പോലെയുള്ള ക്ലിനിക്കൽ സെക്ഷനിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും, നഴ്സിംഗ് സെക്ഷനിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ആളുകൾ ഉണ്ടാവും, അതുപോലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരിക്കും. അത്തരം ആളുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അതിനുശേഷം അവരാണ് ഈ ഒരു നാബിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ ടീമാണ് ഇവര് കേട്ടോ. ഒരു ടെക്നിക്കൽ ടീം നാബാണ് ആ ഒരു ടെക്നിക്കൽ ടീമിനെ തീരുമാനിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും, നഴ്സിംഗ് ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകളൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് നാബിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ ടീം ആയിട്ട് നിന്ന് അവർ നാബിന് വേണ്ട സ്റ്റാൻഡേർഡ്സ് രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നു. അത് ക്ലിയർ അല്ലേ? അത് മനസ്സിലായോ? Okay. Then the accreditation standard consider the needs of various laws and regulations and guidelines laid down by the government from time to time. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെ കുറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ പാലിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ തന്നെയാണ് അവർ സെറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റ് പറയുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകൾ പാലിക്കേണ്ടതായിട്ടുള്ള, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. അതിലൊരു വയലേഷനോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ കൃത്യമായിട്ട് അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ഗവൺമെന്റ് പറയുന്ന സമയാസമയങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ തന്നെയാണ് അക്രഡിറ്റേഷന് വേണ്ടി നാബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് പറയാൻ പോകുന്നത് നാബിന്റെ ഗൈഡ് ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ ആണ്? ഇവിടെ വരെയും ക്ലിയർ അല്ലേ? കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മിസ് പിന്നെയും പിന്നെ ചോദിക്കുന്നത് ക്ലിയർ അല്ലേ? കാരണം പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്. നാബിന് ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു ഗൈഡ് ബുക്ക് നമ്മൾ പറഞ്ഞല്ലോ, അത് ഓരോ 4 വർഷം കൂടുമ്പോഴും അത് കൊടുക്കും, അത് പബ്ലിഷ് ചെയ്യും. അത്രയും ക്ലിയർ അല്ലേ? ഒരു ബേസിക് ഐഡിയ വെക്കാം കേട്ടോ. അതില് ഓരോ പ്രാവശ്യം ഇറക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ഗൈഡ് ബുക്കിലും 10 ചാപ്റ്ററുകൾ ഉണ്ടാവും. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 10 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. 10 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10 ചാപ്റ്ററിന്റെ ഉള്ളിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ? പറയുന്നുണ്ടോ? ആ 10 ചാപ്റ്ററിനുള്ളിലും ആ ചാപ്റ്ററിന്റെ പേര് മാത്രമല്ലേ കൊടുത്തിരിക്കുന്നേ? ആ ചാപ്റ്ററിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ? അപ്പൊ ആ ഒരു 10
ചാപ്റ്റർ ഉണ്ട്. ആ 10 ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് 100 പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 10 ചാപ്റ്റർ ഉണ്ട്. ആ 10 ചാപ്റ്ററിനുള്ളിൽ 100 സ്റ്റാൻഡേർഡ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ടെക്സ്റ്റ് വാങ്ങുന്നു, ആ ടെക്സ്റ്റിൽ ഒരു 10 ചാപ്റ്റർ ഉണ്ട്. ആ 10 ചാപ്റ്ററിലും ഉൾപ്പെടുന്ന ഒരു 100 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഉണ്ട്. ക്ലിയർ ആയോ അത്? അപ്പൊ ചാപ്റ്ററിന്റെ എണ്ണം 10 ആണ്, 100 സ്റ്റാൻഡേർഡും ഉണ്ട്. അതിന് കീഴിൽ 100, ഇപ്പൊ ഏറ്റവും ടോപ്പിലെ ചാപ്റ്റർ, അതിന് കീഴിൽ 100 സ്റ്റാൻഡേർഡ്സ്, അതിന് കീഴിൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് വെച്ചാല് ഇവിടെ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് സബ് ടോപ്പിക്കുകൾ വരാറില്ലേ? അതുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോകാറില്ലേ? എന്നാൽ മാത്രമേ മെയിൻ ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുള്ളൂ, ഇല്ലേ? അതുപോലെ ഇവിടെയും ഒരു 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് എലമെന്റിന്റെ കേസിൽ ചില ഓരോ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഓരോ 4 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ, 4 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്ത് പുതിയത് സ്ഥാപിക്കുമ്പോഴും ഈ ഒബ്ജക്റ്റീവ് എലമെന്റുകളിൽ ചില നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇത് 5th എഡിഷന്റെ കേസിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റാൻഡേർഡ്സും ചാപ്റ്ററും 10ഉം 100ഉം തന്നെയായിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. അതിപ്പോഴേ പറയുന്നത് കൺഫ്യൂഷൻസ് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പറഞ്ഞിരുന്നത്. ഒരു 651 ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോഴോ അത്രയും കറക്റ്റ് അത്രയും ആണ് എന്ന് വിചാരിക്കരുത്. അതില് ചിലപ്പോൾ ഓരോ എഡിഷൻസ് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പബ്ലിക്കേഷൻ വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ നമ്പറിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചാപ്റ്ററിലോ സ്റ്റാൻഡേർഡിന്റെ നമ്പറിലോ വ്യത്യാസങ്ങൾ വരാറില്ല. ക്ലിയർ ആണോ അത്? ഇത്രയും വരെ ഓക്കെയാണോ? ഓക്കെ ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് refers to a set objective for performance. അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യങ്ങൾ, അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതായത് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ പെർഫോമൻസ് ഇങ്ങനെയായിരിക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ലക്ഷ്യത്തെ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം കൈവരിച്ചാൽ അവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, ക്വാളിറ്റിയുള്ള പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സിനെ, ആ പെർഫോമൻസ് മികച്ചതാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി അതിന് കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിനെയും കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ എന്തിനു വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് യൂസ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ആ പെർഫോമൻസ് അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എന്തിനെങ്കിലും ബേസ് ചെയ്ത് നമുക്ക് പറയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു അവിടുത്തെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എടുക്കാറുണ്ട്. അതായത് ഇപ്പോ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് വിചാരിക്കുക. അപ്പൊ അതിന് കീഴിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആയിട്ട് അവിടെ ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായി, അവിടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാല് അവിടുത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് അത് അവരുടെ ആ ഒരു ലക്ഷ്യം കൈവരിച്ചോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എലമെന്റ്സ് ആണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ അവിടെ സേഫ്റ്റി ഓഫ് ക്വാളിറ്റി ഓഫ് സേഫ്റ്റി അവിടെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ കുറെ ഘടകങ്ങൾ നോക്കിയാലല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അവിടെ ആ ഒരു സേഫ്റ്റി പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് അല്ലെ? അതിനു വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒക്കെ മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ എല്ലാം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാം ഒപ്പം നമ്മൾ പരിശോധിക്കുന്നവയല്ല, മറിച്ച് അതിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. അതില് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 ആണ് കോർ കാറ്റഗറി. അതായത്
651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് കോർ കാറ്റഗറി എന്ന് ഉദ്ദേശിച്ചാൽ which are necessarily judged during each assessment. ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും നിർബന്ധമായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടവയാണ് കോർ കാറ്റഗറിയിൽ വരുന്നവ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ നാബ് സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് അസസ്മെന്റിലൂടെയല്ലേ അവര് തിരിച്ചറിയുന്നത്, അല്ലെ? അവര് വിലയിരുത്തൽ നടത്താണ്, മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി അവർ വരും. അവിടെ നാബിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് മൂല്യനിർണ്ണയം നടത്തും. അങ്ങനെ ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും നിർബന്ധമായിട്ടും നമ്മൾ വിലയിരുത്തേണ്ട, ഓരോ അസസ്മെന്റിന്റെ സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും ജഡ്ജ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളാണ് 1 or 2 എന്ന് പറയുന്ന കോർ കാറ്റഗറിയിൽ വരുന്നവ. ക്ലിയർ ആണോ? അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കി. കോർ കാറ്റഗറിയിൽ വരുന്നവ എന്ന് പറഞ്ഞാൽ ഏതൊരു അസസ്മെന്റിന്റെ സമയത്ത്, ഏതൊരു മൂല്യനിർണ്ണയ സമയത്തും നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ട, നിർണ്ണയിക്കേണ്ട അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തേണ്ടവയാണ്. ക്ലിയർ ആണോ അത്? ഇനി അടുത്ത സെറ്റ് അല്ലെങ്കിൽ അടുത്ത കാറ്റഗറി 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതായത് which will be judged during final assessment. അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് മാത്രം വിലയിരുത്തേണ്ടവയാണ് 459 എണ്ണമുള്ള കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവ. അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് മാത്രം നമുക്ക് ഈ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലുള്ളവ നോക്കിയാൽ മതി. ക്ലിയർ ആണോ അത്? അപ്പൊ കോർ കാറ്റഗറി എന്ന് പറയും ഏതൊരു മൂല്യനിർണ്ണയ സമയത്തും ഏതൊരു അസസ്മെന്റിന്റെ സമയത്തും നിർബന്ധമായിട്ട് നോക്കേണ്ടവയാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നവ ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? നോബിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് കേട്ടോ. അംഗീകാരം കൊടുക്കണമെങ്കിൽ ഒരുപാട് അസസ്മെന്റുകൾക്കില്ല, ഒരുപാട് അസസ്മെന്റുകൾ നടത്തും. അതിന് ഫൈനൽ അസസ്മെന്റുകൾ നടത്തിയതിനു ശേഷമാണ് അംഗീകാരം കൊടുക്കുക. ഇവിടെ ആ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലുള്ള എലമെന്റ്സ് നോക്കിയാൽ മതി. മനസ്സിലായോ? അത് രണ്ടും ക്ലിയർ ആണോ? ഇനി അടുത്തത് 60 are in achievement category which will be estimated during surveillance assessment. അതായത് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവെയിലൻസ് അസസ്മെന്റുകൾ നടത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ അല്ലെങ്കിൽ എന്താണ് ഇടയ്ക്കുള്ള സർവെയിലൻസ് അസസ്മെന്റുകൾ നടത്താറുണ്ട്. അത്തരം സമയത്ത് മാത്രം പരിശോധിക്കേണ്ടവയാണ് 60 എണ്ണം, അതായത് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നവ. സർവെയിലൻസ് അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, കൃത്യമായിട്ട് ഒരു അന്തിമ മൂല്യനിർണ്ണയ സമയം ഫൈനൽ അസസ്മെന്റ് ആണ്. നിരീക്ഷണ മൂല്യനിർണ്ണയ സമയങ്ങളിൽ മാത്രം വിലയിരുത്തേണ്ടവയാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം. അവസാനത്തെ 30 എണ്ണമാണ് എക്സലന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ, അതായത് പുനർ അക്രഡിറ്റേഷൻ. ഇപ്പൊ നമുക്കൊരു 4 വർഷത്തേക്കുള്ള അക്രഡിറ്റേഷൻ സർവേ, നമ്മൾ എങ്ങനെയാ ലൈസൻസുകൾ എങ്ങനെയാ, ഇപ്പൊ ഒരു 10 വർഷത്തേക്ക് നമുക്ക് ലൈസൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. 11ാമത്തെ വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതുക്കണ്ടേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു 4 വർഷത്തെ അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 4ാമത്തെ വർഷമാവുമ്പോഴേക്കും ഇത് പുതുക്കണം. അപ്പോഴാണ് അടുത്ത വർഷത്തേക്ക് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുനർമൂല്യനിർണ്ണയം നടത്തി അവർക്ക് പുനർ അക്രഡിറ്റേഷൻ നൽകും. അപ്പൊ അത്തരം സമയങ്ങളിൽ മാത്രം വിലയിരുത്തേണ്ടവയാണ് 30 എണ്ണം എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നവ. അപ്പൊ നിങ്ങളോട് ഇവിടെ ചോദിക്കാവുന്നത്, ഈ ഒരു 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? അതുപോലെ തന്നെ 451 എണ്ണം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? 60 എണ്ണം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? 30 എണ്ണം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? അത് വളരെ വ്യക്തമായിട്ട് ഏത് കോർ കാറ്റഗറി ആണോ, കമ്മിറ്റ്മെന്റ് കാറ്റഗറി ആണോ, അച്ചീവ്മെന്റ് കാറ്റഗറി ആണോ, എക്സലന്റ് കാറ്റഗറി, ഇതിൽ വരുന്നതിന്റെ എണ്ണം പഠിച്ചു വെക്കണം. അതെല്ലാം ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു പേഷ്യന്റ് സ്റ്റാൻഡേർഡ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും ഒന്നുകൂടി പഠിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി തറാവും കേട്ടോ. ഇങ്ങനെ തന്നെ ഇതേ പാരാഗ്രാഫ് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓരോന്നും ഏത് കാറ്റഗറിയിൽ വരുന്നു, എത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അവിടെ വരെ ഇത് വേഗം വായിച്ചു നോക്കിയേ. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഒന്ന് മനസ്സിരുത്തി വായിക്കണം കേട്ടോ. ഇതിലൊന്ന് മനസ്സിലാക്കി പോണേ.
എന്നാൽ മാത്രമേ ഈ ഭാഗം ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമാണ്, പിന്നെ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ചാപ്റ്ററും കോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി അതുമായിട്ട് അക്രഡിറ്റേഷന് കാലാവധി 4 വർഷമാവാം, 3 വർഷമാവാം, 2 വർഷമാവാം. അങ്ങനെ അത് ഒരു ഫിക്സഡ് അല്ല. നമുക്ക് ഓരോ സ്ഥാപനങ്ങളിൽ അവർ കൊടുക്കുന്ന ഫെസിലിറ്റിക്ക് അനുസരിച്ചാണ് പറയുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇങ്ങനെ. സ്റ്റാൻഡേർഡ്സ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് 4 വർഷം കൂടുമ്പോൾ മോഡേണൈസ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നമ്മള് നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മൊത്തം ഒന്ന് കൂട്ടി നോക്കിയേ. 10 ചാപ്റ്റർ ഉണ്ടോ? രണ്ടിലും കൂടി പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ 5 എണ്ണം, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് 5 എണ്ണം. അങ്ങനെ 10 ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഇത് ഓരോ ചാപ്റ്ററിന്റെ പേരാണ്, ഓരോ ചാപ്റ്റർ ആണ്. ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്, ഒരുപാട് ഒബ്ജക്റ്റീവ് എലമെന്റ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് എല്ലാം പഠിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഒരു 100 സ്റ്റാൻഡേർഡ് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും ഒരു 6 മാസം മതിയോ? അല്ല അല്ലെ, അതിനുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ വരുന്നു, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ വരുന്നു, അതിന്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം അത്രമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇൻ കേസ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവ ഏതാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവ ഏതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിലും ഉൾപ്പെടാത്തവ ഏതാണ് എന്നും ചോദിക്കാം. ക്ലിയർ അല്ലേ? ഈ രീതിയിൽ മാത്രമേ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് വരാറ്. 2 ക്വസ്റ്റ്യൻ ആണ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്നവ, ഉൾപ്പെടാത്തവ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്നവ, ഉൾപ്പെടാത്തവ. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതിന്റെങ്കിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഈ ഒരു 10 ചാപ്റ്റേഴ്സിന്റെ പേരാട്ടോ അതോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് എടുക്കാം. ഇവിടെ വരെ സ്റ്റാൻഡേർഡ്സിന് മുൻപ് വരെയുള്ള ഭാഗങ്ങളൊന്നും വായിച്ചിട്ട് വരാം, കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വരിക. എന്നാൽ മാത്രമേ അടുത്തത് കണക്ട് ചെയ്യാൻ പറ്റുള്ളേ. ഡോക്ടർ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.